ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ സ്വരുക്കൂട്ടി പഠിക്കാൻ വിട്ട ഓമനപുത്രനെ 4 കീറ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിൽ കൊണ്ടുവന്നത് കാണേണ്ടി വന്ന ഒരു മാതൃവേദനയുടെ വിലാപക്കണ്ണീര് കണ്ട അതേ രാത്രിയാണ് ഈ പറയുന്ന ലോണാപ്പിനെ പറ്റി ആദ്യ പ്രയോറിറ്റിയിൽ പറഞ്ഞു തുടങ്ങിയത് കണ്ണൂർ SP. അത് കേൾക്കുമ്പോൾ അവനൊരു ധൂർത്തനായ പുത്രൻ, ലക്ഷങ്ങൾ കോടികളുടെ കടം, നമ്മളറിയാത്ത എന്തൊക്കെയോ ഇടപാടുകൾ ദുരൂഹത ഒന്നുമില്ല. 10,000 കുണുവയുടെ കഥയിലാണ്. കൊല്ലാക്കലുടെ 5.5 ജാതിവറിയൻ മോഡൽ ഏതോ ആപ്പിന്റെ മണ്ടക്കടച്ച് കേസ് ഫയൽ അടച്ചുപൂട്ടാൻ ആർക്കോ ദുഷ്ടവ്യഗ്രത. കൂടെ പഠിച്ചൊരുത്തൻ തിരിച്ചു വരാത്ത അവസാന യാത്രയ്ക്ക് ആംബുലൻസിൽ ഒന്ന് കൂട്ടുപോകാൻ മടിച്ചവർ, അമ്മയുടെ കൈപിടിച്ച് ആശ്വസിക്കാൻ പേടിച്ചവർ, ഏതോ കോളേജ് യൂണിയൻ ആണുങ്ങളടക്കം മിണ്ടാതിരുന്നപ്പോഴാണ് പെൺകുട്ടി പേര് ഷാലോ മറിയ ജേക്കബ്. പറഞ്ഞു തുടങ്ങിയതിന്റെ തുടർച്ചയിൽ വാക്സാക്ഷ്യങ്ങൾ നേരിട്ട അധിക്ഷേപാനുഭവങ്ങൾ അണാപൊട്ടിയ പോലെയാണ്. കറുത്ത കുട്ടികളെങ്കിൽ ബ്ലാക്കി, തടിച്ചവരെങ്കിൽ ഫാറ്റി, മെലിഞ്ഞ കുട്ടികൾ ക്യാൻസർ പേഷ്യന്റ്, കോളനി തെണ്ടികൾ, ക്ലാസ്സിൽ വന്ന് നോക്കാനിക്കൽ, പച്ച വർഗീയത, ജാതീയത, ഡോക്ടർ വേഷം ധരിച്ച് ഈ സംസ്കാരം കെട്ടവന്മാരെ സാമൂഹ്യ വിരുദ്ധരെ തൂക്കി അകത്താക്കുന്നതിന് പകരം അന്വേഷണം ആപ്പിലാണ്. എന്നാ മാപ്പ്? പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ, ആന്തൂരെ സാജന്റെ കാര്യത്തിൽ, നവീൻ ബാബുവിന്റെ കാര്യത്തിലൊക്കെ കണ്ട പോലെ മരിച്ചുപോയവനെ കുറ്റക്കാരനാക്കാൻ കച്ചവെട്ടി ഇറങ്ങുന്നുണ്ട്. റാമിനെയും സംഘത്തെയും വെള്ളയടിക്കാൻ കുറച്ച് PR വേതാള സംഘങ്ങൾ. വ്യാജങ്ങളുടെ കള്ളക്കഥകൾ ആരുടെ കൂലിപ്പണിയാണെങ്കിൽ നിർത്തിക്കോ, നീയൊന്നും താങ്ങില്ല പുത്രദുഃഖത്തിന്റെ അമ്മവേദന. ജീവനൊടുക്കാൻ പേടിയായിട്ടല്ല ചേട്ടാ, കേറി തൂങ്ങാൻ മടി വീട്ടിലെ അച്ഛനെ ഓർത്താണ്. രാത്രി ഒന്ന് ഉറങ്ങണമെങ്കിൽ വേണം സ്ലീപ്പിംഗ് ബിൽസ്. ആ കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് കയ്യും കണക്കുണ്ടോ? ഒരു വീടിന്റെ വെളിച്ചം കെടുത്തിയ അത്താണിയെ കൊലയ്ക്ക് കൊടുത്ത് ഇപ്പോഴും പകയുടെ കണക്കെടുപ്പാണ്. കാലാകാലങ്ങളിൽ നാറിയ പണികൾ പുറത്തു പറഞ്ഞ് കുട്ടികളെ സ്കെച്ച് അടിക്കാൻ എന്തോ ക്യാമറ നിരീക്ഷകർ ഓവർ ടൈം പണിയെന്നാണ് കേൾവി. ഇന്റേണൽ മാർക്ക് എന്ന ഒടുക്കത്തെ ആയുധം വെച്ച് ഈ കുട്ടികളെ തുലയ്ക്കാനെങ്ങാനും പണിയാനാണ് പ്ലാനെങ്കിൽ സാറന്മാരെ 5.5 കണ്ടിയല്ല 10.5 കണ്ടിയാണെങ്കിലും നീയൊക്കെ ഈ കേരളത്തിന്റെ ചൂടും ചൂരുമറിയും. വെല്ലുവിളി ധൈര്യമുണ്ടെങ്കിൽ ആ പിള്ളാരെ തുടരാ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.